ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ ഇടുക്കി മൂന്നാറിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അയ്യപ്പനാണ്. ഇത് എൻ്റെ ഭാര്യ സിന്ധു. അത് എൻ്റെ മൂത്ത കൊച്ച് അനൂനാണ് പേര്. ഇവൻ നന്ദു. അവള് 10ാം ക്ലാസ് പഠിക്കുന്നു. ഞങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെ അമ്മ സാക്ഷിയാക്കണേ. എനിക്ക് ഇച്ചിരി തമിഴൊക്കെ പറയും, എനിക്ക് മലയാളം ഒത്തിരി അറിയത്തില്ല. ഞാൻ ആദ്യം ഉടമ്പടി എടുക്കാനുള്ളത് 30/5/2024 എനിക്ക് സുഖമില്ലായിരുന്നു. ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്നു. കടബാധ്യത എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം സുഖമില്ലായിരുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ചങ്കിനകത്ത് കരുതി ഹൃദയത്തിനകത്ത് ഒരു വേദന ഉണ്ടായിരുന്നു. ഞാൻ ആശുപത്രി ചെല്ലുമ്പം അവിടെ ഡോക്ടർ പറയും ECG എടുക്കാൻ പറയും. ECG എടുത്ത് കഴിഞ്ഞപ്പോൾ ആ രോഗമൊന്നും കാണുകയില്ല. അപ്പോൾ അവർ പറയും ഗ്യാസിൻ്റെ 2 ഗുളിക തരും. ഞാൻ നേരെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഞാൻ കൂലിപ്പണി ചെയ്യുമായിരുന്നു. എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ട്. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ എനിക്ക് ചങ്കിനകത്ത് ഒരു വേദന വരും. അപ്പം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരും. ഭാര്യ പണിക്കൊന്നും പോകുന്നില്ല. ഞങ്ങൾക്ക് 3 സെൻറ്റ് സ്ഥലമുള്ളൂ. എൻ്റെ അച്ഛനമ്മയൊക്കെ മരിച്ചുപോയി. ചെറുപ്പത്തിലേ പോയതാ. എനിക്ക് 3 പെങ്ങന്മാരൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് 14 വർഷമാകുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് സ്ഥലത്തിൽ പോയി ആശുപത്രിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിള്ളേരെ ഞാൻ പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകുകയാണെങ്കിൽ അന്നേരം തന്നെ ഹൃദയത്തിനകത്തൊരു വേദന വരിക. ആ വേദനയും കൊണ്ട് ഞാൻ അപ്പം തന്നെ ഇവിടെ ഞാൻ വിളിക്കും, ആശുപത്രി പോകണം. അങ്ങനെ പോയി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ അന്നത്തെ ഞാൻ കൂലിപ്പണി എടുത്ത് ഞാൻ ജീവിക്കും. അപ്പോൾ ആ കൃത്യം ഒരു തുകയായിട്ട് ഞാൻ ചെല്ലുമ്പം മെഡിക്കൽ കൊടുക്കാനേ പൈസ ഉള്ളൂ. വീട്ടിലേക്ക് ഒരുപാട് ബാധ്യത. ഒരു 4-5 വർഷമായിട്ട് ദുരിത വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുരയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ വേദന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുടുംബക്കാർ പോലും നാട്ടുകാർ പോലും തള്ളി പറഞ്ഞു. എന്നാ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 10 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവർ തരിയല്ലാത്ത അവസ്ഥ. അവർ തന്ന് സഹായിച്ചു, ഇനി കൂടുതൽ അവർ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് എങ്ങനെ കിട്ടും എന്നൊരവസ്ഥയിലേക്ക് ഒരുപാട് വന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്തിൽ പോയി. ഞാൻ 5 വർഷമായിട്ട് പോകുന്ന സ്ഥലം എല്ലാ സ്ഥലത്തും പോയി. മെഡിക്കൽ കോളേജ് എന്തെങ്കിലും വേദന ആ നാട്ടുകാർ സഹിതം ആംബുലൻസിനകത്ത് കയറ്റി മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് എന്നെ പൂർണ്ണമായിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു അസുഖമില്ല, അവനെ കാണാൻ തിരിച്ചു പോയിക്കോളാൻ പറയും. അങ്ങനെ ഒരുപാട് 2-3 വർഷം ഞാൻ ഈ മെഡിക്കലിൽ തന്നെ പോയി ഒരുപാട് സ്ഥലത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു 4-5 വർഷം ഇങ്ങനെ വേദനയോട്ട് കഴിഞ്ഞപ്പം എൻ്റെ പെങ്ങളിങ്ങനെ പറയുക, ഇങ്ങനെ കൃപാസന മാതാവ് ഇങ്ങനെ ഉണ്ട്, അവിടെ വരാൻ നിനക്ക് ചെന്നാൽ എന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ കൃപാസന മാതാവ്, ഞാൻ എന്നാൽ പോകാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ കേസ് അങ്ങ് തള്ളിക്കളഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഈ വേദനയാണ് എനിക്ക്. ആ വേദനയോട് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ ചോറ്റാനിക്കര അടുത്ത് ഞാൻ ക്ഷേത്രത്തിൽ വന്നു. ഞാൻ തൊട്ടപ്പുറം ശിവക്ഷേത്രത്തിൽ വന്നു. ഞാൻ പോയി. അപ്പോൾ ഞാൻ അന്നേരം പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ കടന്നു വന്ന് ഒരു സ്ത്രീ ആയിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി ഈ കൃപാസനം എവിടെയാണ്? അപ്പോൾ ചേച്ചി പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, ഇടുക്കി മൂന്നാറിൽ നിന്നാണ് വരുന്നത്. മൂന്നാറിൽ നിന്ന് എന്നാൽ നിങ്ങൾ രാവിലെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രാവിലെ വന്ന് ഉടമ്പടി എടുത്താൽ പോരെ. നിങ്ങളിപ്പോൾ ഇവിടെ തൊട്ട് വണ്ടി കയറിയില്ല, അവിടെ നിന്ന് ഒരു 5 മിനിറ്റും കൂടി പോയാൽ ഈ കൃപാസന പള്ളിയിലേക്ക് നിങ്ങൾ എത്തിയാനാണ്. അപ്പോൾ എനിക്ക് സാധിച്ചില്ല. ഞാൻ തിരിച്ച് ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം കിടന്നുറങ്ങാൻ നേരത്ത് എനിക്ക് മറുപടി പിറ്റേ ദിവസം വേദന വന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു ആശുപത്രി വരെ പോകാടി, എനിക്ക് പിന്നെയും വേദന വന്നതിനോർത്ത് ഞങ്ങൾ അന്ന് രാത്രി ആശുപത്രി പോവാം. ആശുപത്രിയിൽ ചെന്ന് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് ഒരു കുഴപ്പമില്ല. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൃപാസന മാതാവിൻ്റെ അടുത്ത് വരെ നമുക്കൊന്ന് പോകാം. പിറ്റേ ദിവസം ഞങ്ങൾ വേറെ ആളുടെ അടുത്ത് ഇച്ചിരി പൈസ ചോദിച്ച് ഞങ്ങൾ ആ പൈസ മേടിച്ച് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് 340 ടോക്കൺ എങ്ങുണ്ടായി. അപ്പോൾ ഞാൻ വന്നിട്ട് എനിക്കിത് സ്ഥലത്തെക്കുറിച്ച് അറിയത്തില്ല, എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടേ. ഞാൻ മേളിൽ നിന്ന് തന്നെ പുറക്കുക, ഞാൻ ഈ കുഞ്ഞുങ്ങളായിട്ട് എങ്ങനെ പോകും? നമ്മൾ മുറി ഒന്നും എടുത്തിട്ടില്ലോ. ഈ ടോക്കൺ 340ാമത്തെ ടോക്കണാണല്ലോ എനിക്ക് തന്നേക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഓർത്ത് ഞാനിവിടെ വന്ന് അത് കഴിച്ച് കഴിഞ്ഞപ്പം ഇവിടെ ഒരു രജിസ്റ്റർ മേടിച്ച് എൻ്റെ ബുക്ക് നോക്കുമ്പം എനിക്ക് സീൽ ചെയ്ത് തന്ന് എൻ്റെ അന്നേരം തന്നെ എനിക്ക് ഒരു മണിക്കൂറിൽ എൻ്റെ ഉടമ്പടി പുതുക്കമൊക്കെ മാറി. ഞാൻ ഇവിടുന്ന് പോയിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്ന്, അപ്പോൾ എനിക്കിത് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എനിക്ക് തമിഴ് വായിക്കാൻ അറിയത്തുള്ളൂ. അപ്പോൾ ഇതെനിക്ക് മലയാളം വായിക്കണം. അപ്പോൾ വേറെ ഒരു മുറിയുണ്ട്, അത് പൂജാമുറിയായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഹിന്ദു ഭാര്യ, ഞങ്ങൾ ഹിന്ദു ആയിരുന്നു. അപ്പോൾ അവൾ തിരിവെക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു കുറ്റബോധം, അവളെങ്ങനെ ഞാൻ ഇതിലേക്ക് വിളിച്ച് ഇതിൽ വായിക്കാൻ പറയും. അവൾ കിടന്ന് ഉറങ്ങട്ടെ, ഒരു 5 മണിയാകുമ്പോൾ എണീക്കണം. 5:30 ഇത് പുസ്തകം വായിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് കടന്നു പോകണ്ടേ. അപ്പം നമ്മൾ ഇതെങ്ങനെ വിളിക്കുന്നത്? പിള്ളേർ കിടന്ന് ഉറങ്ങട്ടെ എന്നിടത്ത് ഞാൻ ഈ അമ്മയോട് നീലത്തിരി കത്തിച്ചിട്ട് ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതെനിക്ക് വായിക്കാൻ അറിയത്തില്ല, എനിക്ക് പ്രാർത്ഥന ചൊല്ലാൻ അറിയത്തില്ല, ഞാൻ ഇത്ര വർഷം ഹിന്ദുവായിട്ട് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ഇതെങ്ങനെ ഞാൻ വായിക്കൂ? എന്നാൽ ഞാൻ ഈ തിരി കത്തിച്ച് ഇവിടെ നിൽക്കാം, എനിക്ക് പ്രാർത്ഥന എനിക്ക് അറിയത്തില്ലാണ്ടോർത്ത് ഞാൻ ആദ്യത്തെ ദിവസം കടന്നുപോയി. ആ ദിവസം കടന്നു പോയിട്ട് ഈ വേദനയോട് കടങ്കാരൻ എന്നെ വിളിക്കുക. പുറത്തേക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുകയില്ല. കാര്യം മേടിക്കാനുള്ള കംപ്ലീറ്റ് മേടിച്ചു, പണികളില്ല. ഓട്ടോറിക്ഷ ഓടിക്കാൻ CC കാർ വണ്ടി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വാഹനം എനിക്ക് ഇറക്കത്തില്ല. ഞാൻ ആലോചിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുക. പുറത്ത് ആരെങ്കിലും ചോദിച്ചാൽ നമുക്കൊരു പുച്ഛം പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ആരോടും ചോദിക്കില്ല. കുടുംബക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുടുംബത്തിൽ പോലും വരികയില്ല. കാര്യം ഞങ്ങൾ ഇത്രയും തുക മേടിച്ച് വെച്ചേക്കുമല്ലേ. ഞങ്ങൾ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പോലും ഞാൻ ഇവളോട് പറയും നമുക്ക് ഇരിക്കാം.
അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 സെൻറ്റ് സ്ഥലത്തിനകത്ത് ഒന്നും അതിനകത്ത് ചെയ്യാൻ പറ്റിയില്ല, പണികളില്ല. അപ്പം ഞാനിരിക്കുന്നത് ഒരു കറി വയ്ക്കാൻ പോലും ഒരു സാധനമില്ല. സവാള ഇങ്ങനെ ചൂടാക്കി ഞാൻ പറഞ്ഞു ഒരാഴ്ച പോലും ഞങ്ങളുടെ കഴിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കറി വയ്ക്കാൻ മേടിക്കാൻ നിവൃത്തിയില്ല. കടക്കാർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തുക കൊടുക്കാണ്ട്, അതുകൊണ്ട് തരികയില്ല. ഞാനതിങ്ങനെ ചൂടാക്കി കഴിച്ചിട്ട് ഞാൻ ഇവളോട് പറയും, അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്തു, ഇവിടെ ഇങ്ങനെയാണ് തോന്നുന്നു എന്നോർത്ത് ഞങ്ങൾ തിരിവെച്ചെങ്കിൽ പ്രാർത്ഥിച്ചൊന്നുമില്ല. വൈകിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ ചൊല്ലും, ഇവളെ എനിക്ക് ചൊല്ലിത്തരുന്ന. അപ്പോൾ വൈകിട്ട് ഈ രാവിലത്തെ പ്രാർത്ഥന എനിക്ക് അറിയത്തില്ല. പിറ്റേ ദിവസവും ഞാൻ എണീറ്റ് ഈ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഈ തിരി കത്തിക്കുക, എന്നാൽ എനിക്ക് പ്രാർത്ഥന അറിയത്തില്ല എന്നോർത്ത് 3-ാമത്തെ ദിവസം നേരം എടുത്ത് 5 മണിയാകുമ്പോൾ ഞാൻ എണീറ്റ് ഈ തിരിയുടെ മുമ്പ് നിൽക്കും. അപ്പോൾ ഒരു മുറിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഹാളുണ്ട്, ബെഡ്റൂം അപ്പുറത്തെ ഭാഗത്താണ്. ഞാനിവിടെ തിരി കത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ 3-ാമത്തെ ദിവസം അമ്മയോട് പറയുക, എനിക്ക് ചൊല്ലാൻ അറിയത്തില്ല അമ്മ, എന്നാൽ പ്രാർത്ഥിക്കാൻ എനിക്കറിയാവുന്ന പ്രാർത്ഥന ഞാൻ ചൊല്ലാന്ന് പറയുമ്പോൾ ഒരാളിങ്ങനെ കടന്നങ്ങ് പോകുന്നുണ്ട് മുറിയിൽ. അപ്പം ഞാൻ ചോദിച്ചു, ഇതാരെങ്ങനെ കടന്നു പോകുന്നതിനൊരു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭാര്യയെ പെട്ടെന്ന് എണീറ്റ് നേരെ അടുക്കള സൈഡിൽ ചെന്ന് കയ്യും കാലും കഴുകി മുഖമൊക്കെ കഴുകി ഈ ബുക്ക് എടുത്ത് നിങ്ങൾക്ക് വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലിത്തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, ഇതപ്പോൾ എനിക്ക് അമ്മയോട് കണ്ട് എനിക്ക് സന്തോഷമാണ്. അപ്പം അമ്മ ഇവള് സ്വീകരിച്ചല്ലോ, ഇവള് തുണിയായിട്ട് വന്ന് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് തന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് തന്ന് ഞങ്ങൾ അപ്പോൾ കടങ്കാരൻ വിളിച്ച് ഇതുപോലെ ശല്യം ചെയ്യുമ്പോൾ ഒരു 12 മണിയോട് കഴിഞ്ഞ് ഞാൻ പണിക്ക് പോയിട്ടില്ല, ഞാൻ അപ്പുറം കണ്ട് പോയേക്കും. അത് കഴിഞ്ഞ് ഇവള് വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇങ്ങ് വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ മുറിക്കകത്ത് കയറി പ്രാർത്ഥിക്കുമായിരുന്നു, എന്തോ ഇവിടെ ഫോട്ടോ ഇട. അപ്പോൾ ചെറിയൊരു ഫോട്ടോ ഇവിടെ നിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് പോയി. ഈ ഫോട്ടോയുടെ ഇരുന്ന് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഈ മുറിക്കകത്ത് കടന്നു പോയി കഴിഞ്ഞപ്പം ഈ മുറി ഫുള്ള് നിറച്ച് അമ്മയുടെ ഈ മുല്ലപ്പൂവിൻ്റെ മണമാണ്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച്, അപ്പോൾ എനിക്കത് എന്താണ് നമുക്കതിനകത്ത് പ്രാർത്ഥിച്ച് കുറേ കഴിഞ്ഞപ്പോൾ 1-1.5 കൂടി ഒരു സമയം കഴിഞ്ഞപ്പം എനിക്ക് ഗൾഫിൽ നിന്ന് ഒരു ഫോൺ വരിക. അപ്പം ഞാൻ ചെറിയൊരു മേസമ്പണിക്കാരനായിരുന്നു. അപ്പോൾ ഈ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ അയ്യപ്പനാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു പണി തരാം, നിങ്ങൾ വരാമെന്ന് ചോദിച്ചു. ഞാൻ എവിടെയാണ് സാറേ വരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ നിങ്ങൾ വണ്ടിയായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഈ 3 കിലോമീറ്റർ വണ്ടിയായിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി എന്നോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഇത്രയും പണിയുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചെയ്യാം സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു 10,000 രൂപ നിങ്ങൾക്ക് ഞാൻ അഡ്വാൻസ് ആയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, സാറേ കുഴപ്പമില്ല, എനിക്ക് നാളെ തന്നാൽ മതി, പണി എടുത്തിട്ട് വർക്ക് ചെയ്തുമ്പോൾ എനിക്ക് തന്നാൽ മതി, ഇന്ന് എനിക്ക് വേണ്ട. കാര്യം ഇന്ന് ഞാൻ 10,000 രൂപ മേടിച്ച് കഴിഞ്ഞാൽ ഈ കടങ്കാരൻ ഞാൻ പോരുന്ന വഴിക്ക് തന്നെ ഞാൻ കൊടുക്കേണ്ടി വരും. അപ്പം നാളെ ഞാൻ ആ വാക്ക് വഴിച്ച് എനിക്ക് ആ പണി കിട്ടുകയല്ലെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു, ആ പണി എടുക്കുന്ന കൂലി അന്നെന്ന കൂലി എനിക്ക് തന്നാൽ മതി സാറേ എന്ന് പറഞ്ഞ് ആ പുള്ളി എന്നോട് ചോദിച്ചു, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എനിക്ക് തരാൻ പറഞ്ഞു. അക്കൗണ്ട് നമ്പർ ഞാൻ കൊടുത്തു. അക്കൗണ്ട് നമ്പർ കൊടുത്ത് ഞാൻ വൈകിട്ട് എന്നെ കടങ്കാർ വിളിക്കുമ്പോൾ 7 മണി എൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ കയറുന്നു ആദ്യം. ഈ 50,000 രൂപയുടെ സാർ എന്നോട് പറഞ്ഞു, നിൻ്റെ ഞാൻ വർക്കിനെ തന്നേക്കുന്നതാണ്, നാളെ തൊട്ട് മുതൽ ഈ പണി ഒന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഞാൻ ഈ 50,000 രൂപ എടുത്തുകൊണ്ട് അപ്പോൾ അക്കൗണ്ടിലേക്ക് കയറുന്ന 50,000 രൂപ എടുത്തുകൊണ്ട് ആദ്യത്തെ വർക്ക് പുള്ളിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഉടമ്പടിയാണ്. ഒരു 5 ദിവസം പോലും ആയിട്ടില്ല. 5 ദിവസം പോലും 5 ദിവസത്തിൽ നടക്കുന്ന ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ഈ 50,000 രൂപ എടുത്തു. വർക്കുകൾ ചെയ്ത ശേഷം പുള്ളി സാർ എന്നോട് ആവശ്യപ്പെട്ടു, നീ ഒരു കാര്യം ചെയ്തോ, നിൻ്റെ വർക്കൊന്നും കുഴപ്പമൊന്നുമില്ല, നീ അപ്പുറത്ത് ഒരു സൈഡും കൂടി കുറച്ച് വർക്കും കൂടിയുണ്ട്, അത് 1,00,000 രൂപയ്ക്ക് നിനക്ക് തന്നേക്കാം, അതും നിൻ്റെ അക്കൗണ്ടിലേക്ക് കയറ്റി വിട്ടേക്കാന്ന് പറഞ്ഞാൽ 1,00,000 രൂപ കൂടി എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു. അങ്ങനെ ഞാൻ ഈ 3 ഉടമ്പടി 3 മാസത്തിൽ ഞാൻ 90 ദിവസത്തിൽ ഞാൻ ആ പുള്ളിയുടെ സാറിൻ്റെ കൂടെ തന്നെ നിന്ന് എന്നെ അവിടെ നിന്ന് 45 ദിവസം എന്നെ കഴിയുമ്പം അവിടെ ഞാനൊരു സൂപ്പർവൈസറായിട്ട് മാറി. അവിടെ ഞാൻ ആ പുള്ളിക്ക് ഒത്തിരി ഒരു വേണ്ടപ്പെട്ട ഒരാളായി. ആ ഒരു സൈറ്റിലേക്ക് ഞാൻ അവിടെ നിന്ന് അവിടെ പണിയെടുത്ത് എൻ്റെ കടങ്ങൾ, ഞാൻ വിളിക്കുന്ന കടങ്ങളെല്ലാം ഈ 45 ദിവസത്തിൽ എനിക്ക് പ്രാർത്ഥനയിൽ കൂടി എനിക്ക് സമാധാനം. വീട്ടിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർക്ക് സമാധാനം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എവിടെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങി പോകാം. കാര്യം ഞാൻ കൊടുക്കാനുള്ള പകുതി പൈസ ഞാൻ കൊടുത്തു. 4-5 ലക്ഷം രൂപയോട് കടം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് പിടിച്ച് നിൽക്കുക. അന്നന്ന് ഞാൻ പണിയെടുത്ത് ആ കൂലിയിൽ സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് കുഴപ്പമില്ല, നീ ആ സൈറ്റിൽ നിന്ന് പണിതോട് പറഞ്ഞ് 8 ലക്ഷം രൂപയുടെ വർക്ക് വരെ ഞാൻ അവിടെ ചെയ്തു. 8 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്ത് ഞാൻ 3-ാമത്തെ അപ്പോൾ എൻ്റെ വേദനയിൽ ഇങ്ങനെ ഒരു സൈഡ് നിന്നാലും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്, ഈ വേദന ഒരു സൈഡുണ്ട്, എന്നാൽ പോലും ഈ വേദനയിൽ കഴിഞ്ഞ് നാട്ടുകാരുടെ മുമ്പ് എന്നെ ഒരു മനുഷ്യനായി അവിടെ നിന്നില്ലേ, അതിന് ഞാൻ അമ്മയുടെ പ്രാർത്ഥന ഞാൻ വിട്ടില്ല. ഞാൻ എന്നിട്ട് ഞാൻ ബുക്ക് വായിക്കും, തമിഴ് വായിച്ച് ബൈബിൾ എടുക്കും, ഞാൻ വായിക്കും. അമ്മയുടെ ജപമാല ഞാൻ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. ഞാൻ എല്ലാ ദിവസം സന്ധ്യാസമയത്ത് ഇരുന്ന് ജപമാല ചൊല്ലി ഞാൻ അമ്മയ്ക്ക് പ്രാർത്ഥിക്കും. പിന്നെ ഞാനിവിടെ വന്ന് 2-ാമത്തെ ഉടമ്പടി ഞാൻ ഇവിടെ വന്ന് പുതുക്കാൻ നേരത്ത്
സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കൊന്ന് അച്ഛനെ കാണണം. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ രോഗങ്ങളെല്ലാം മാറും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛനെ കാണണോ, ഞാൻ എന്ത് ചെയ്യണോ? അപ്പോൾ ഞാനത് രണ്ടാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി വീട്ടിൽ പോയി ഞാൻ ഇതാണ് എൻ്റെ വേദന ഞാൻ വെച്ചേക്കുന്നത്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് അച്ഛനെ കണ്ടാൽ മതി, അച്ഛനെ എനിക്ക് തലയിൽ തൊട്ടാൽ മതി എന്നാണ് ആദ്യത്തെ ഞാൻ വയ്ക്കുന്നത്. ഞാനിവിടെ വന്നു ഇറങ്ങിപ്പോയി, ഞാനിവിടെ നിന്ന് ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിലേക്ക് പോയി ഒരു 10-20 ദിവസം കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു 30 ദിവസം കഴിഞ്ഞ് എനിക്കൊരു ചെറിയൊരു ചങ്കനകത്തൊരു വേദനയൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ആശുപത്രി പോകുന്നില്ല. ഞാൻ ഇതറിഞ്ഞു, ഞാൻ അമ്മയുടെ പ്രാർത്ഥനയിൽ തന്നെ നിൽക്കുക, എനിക്കിത് മാറിക്കോളും, ഇത്ര എന്നെ അമ്മ പിടിച്ചു നിർത്തിയില്ല ഇത്രയും കാലം, ഇത് 3 മാസത്തിൽ എനിക്ക് മാറും എന്ന് പറഞ്ഞു. അപ്പോൾ 90 ദിവസത്തിൽ ഇനി അച്ഛനെ പോയി നമുക്ക് കാണാം. അപ്പോൾ 2 മാസം പുതുക്കിയ ശേഷം മാത്രമേ നമുക്ക് അച്ഛനെ കാണാൻ പറ്റുള്ളൂ. ഞാനിവിടെ വന്നു 40 ദിവസമായി, 43-ാമത്തെ ദിവസം ഞാനിവിടെ നിന്ന് വന്നു. രണ്ട് ദിവസം 44-ാമത്തെ ദിവസം ഇവിടെ ഞാൻ വന്ന് ഇവിടെ രാത്രി ആൾട്ട് ചെയ്തു. 45-ാമത്തെ ദിവസം നേരം എടുത്ത് ഞാനിവിടെ വന്ന്, കാര്യം എൻ്റെ വേദനയും കൊണ്ട് ഞാൻ ആശുപത്രി ഒന്നും പോകുന്നില്ല, എന്നാലും ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ കൃപാസനം വരെ പോയി എനിക്ക് 2 രോഗങ്ങൾ മാറും, കാര്യം ഞാൻ മരിക്കുവാണെങ്കിലും മരിക്കട്ടെ എന്നോർത്ത് ഞാൻ ഇങ്ങോട്ടാണ് വന്നത്, ഞാൻ ആശുപത്രിയിലേക്ക് പോയിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് കുറേ നേരം കസാര എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് കുറേ കഴിഞ്ഞപ്പം അവിടെ ടോക്കൺ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അപ്പുറം ചെന്ന് ഇതെന്തിനാണ് ഇവിടെ ടോക്കൺ എടുക്കുന്നത്, അത് അച്ഛനെ കാണാം, എന്നാൽ എനിക്കും കൂടി അവിടെ നിൽക്കാനോർത്ത് ഞാനും നിന്നു. അവിടെ നിന്ന് കഴിഞ്ഞപ്പം എനിക്ക് സാറ് ചോദിക്കുമ്പം എന്താണ് അസുഖങ്ങൾ എന്ന അച്ഛൻ്റെ ടോക്കൺ എനിക്ക് കിട്ടി. അപ്പോൾ അന്നേരം ഞാൻ ഓർക്കുന്നില്ല ഈ നിവേദനം, ഞാൻ ഈ അമ്മയുടെ കൂടെ ഞാൻ വെച്ചേക്കുന്ന കാര്യങ്ങൾ ഓർക്കുന്നില്ല. ഞാൻ വിളിച്ച് ഇവിടെ വന്നിരുന്നു. ഞാൻ ഇവിടെ വന്നിരുന്ന് അച്ഛൻ എൻ്റെ തലയിൽ തൊട്ട് ഇങ്ങനെ കൈ വയ്ക്കവും അമ്മ എന്നോട് പറയുക, നീ വെച്ചേക്കുന്ന നിവേദനോ 45 നീ ഉടമ്പടിയിൽ അച്ഛനെ കാണുമെന്ന് പറഞ്ഞല്ലേ വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞ്, ഇതാ നിൻ്റെ അച്ഛൻ എൻ്റെ കൈ വെച്ചേക്കുന്നത്. 45-ാമത്തെ ദിവസത്തിൽ എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ അച്ഛൻ കൈ വെച്ചപ്പോൾ എൻ്റെ രോഗങ്ങൾ അതോടുകൂടി ശാന്തമാകും. എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈ നിമിഷം വരെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. എനിക്കത് ഇപ്പോൾ പറയാനുള്ള ഒരുപാട്, ഞാൻ 8-ാമത്തെ ഉടമ്പടിയാണ് പുതുക്കുന്നത്. ഞാൻ മരിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിഷം എടുത്ത് ഞാൻ കൈവച്ചതാണ്. ഇന്ന് രാത്രി നമുക്ക് പോയേക്കാം, നേരം എടുത്താൽ നമുക്ക് ജീവനുള്ള ഇത് കാണുകയില്ല, കാര്യം ഇറങ്ങി എനിക്ക് ചെല്ലത്തില്ല, അതുപോലെ ബാധ്യതമായി. ഇതുങ്ങൾക്ക് സവാളയും കിടങ്ങി എത്ര ദിവസം ഇത് കഴിക്കും? ഞാനൊരു അപ്പനല്ലേ, അപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു. ഇതൊക്കെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് വീട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തള്ളി പറയുന്ന, എനിക്ക് എൻ്റെ അപ്പനമ്മമാരില്ല എനിക്ക്. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ ഉടമ്പടി ഞാൻ എടുത്തപ്പോൾ ഞാനിവിടെ അമ്മയുടെ കൂടെ നിന്ന് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്ത് 3 മാസത്തിൽ എനിക്ക് അമ്മ ചെയ്യുവാണെങ്കിൽ 3-ാമത്തെ ഉടമ്പടി ഞാൻ തിരിച്ചു പോയി ഇവിടെ നിന്ന് വന്നു. ഞാൻ ഉടമ്പടി എടുത്തു, അങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് തന്നു. 3-ാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ചെന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് ഞങ്ങൾ കോതമംഗലം ചെല്ലുമ്പോൾ അറിയുന്ന ഇടുക്കിയിലെ ഹർത്താളാണ്. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങളൊന്നും ഓടുന്നില്ല. എങ്ങനെയാണ്? ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, അമ്മേ ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് പുതുക്കിയിട്ട് വന്നതാണല്ലോ, ഇനി ഒരു ദിവസം നേരത്തെ ഞാൻ അറിയുവാണെങ്കിൽ ഞാൻ കൃപാസനത്തിന് ആൾട്ട് ചെയ്യാൻ ഈ കുഞ്ഞുങ്ങളായിട്ട് 10 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് 11:30 ഒരു വണ്ടി കിട്ടി, ഒരു KSRTC കിട്ടി. അവിടെ നിന്ന് ഞങ്ങളുടെ അവിടെ താമസിക്കുന്ന 8 കിലോമീറ്റർ ഉണ്ട്. 8 കിലോമീറ്ററിൽ അവിടെ 100 രൂപയുടെ ഓട്ടോ വിളിച്ച് കഴിഞ്ഞാൽ ആരും വരികയില്ല. 11 മണിയായി ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി കയറി. 1 മണിയോടുകൂടി 12:55 ആകുമ്പോൾ ഞങ്ങൾ ഈ ആണിച്ചാല് സ്ഥലത്ത് എത്തി. അവിടെ നിന്ന് ഈ കുഞ്ഞുങ്ങളായിട്ട് ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ നടന്നു പോകും? ഇവന് കിടന്ന് ഉറക്കുക. ഇവനെ തോളയിലിട്ട് കഴിഞ്ഞാൽ 3 കിലോമീറ്റർ നടക്കണം. ആ 3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വനത്തിക്കൂടി നടന്നങ്ങോട്ട് കുറച്ച് പോകണം. അപ്പോൾ എനിക്കൊരു പേടി, എനിക്ക് നടന്നു പോകാം, പക്ഷേ ഞാൻ ഈ 2 പെൺപിള്ളേരെയും കൊണ്ട് ഞാൻ അങ്ങനെ കടന്നു പോകും. ഞാൻ എൻ്റെ കാശുരൂപം പിടിച്ചിട്ട് ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ ഒരു കിലോമീറ്റർ മുമ്പേ തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാര്യം എനിക്ക് പേടി തോന്നി. ഒരു വണ്ടി പോലും ഇല്ല, ഒരു വണ്ടി വിളിച്ചാൽ വരികയില്ല. കാര്യം അവിടെ നിന്ന് 100 രൂപയുടെ ഓട്ടോറിക്ഷ വരികയില്ല. എന്നാ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആൾക്കാർ കിടന്ന് ഉറങ്ങുന്ന സമയം ഞാൻ എങ്ങനെ വിളിക്കും എന്ന് ഓർത്ത് ഒരു 3 കിലോമീറ്റർ ഞാൻ ഈ കൊന്ത ചൊല്ലി ഞാൻ ചെല്ലുക. ബസ് സ്റ്റോപ്പിൽ അവിടെ ചെന്ന് ബസ് സ്റ്റോപ്പിൽ വണ്ടി ഇറങ്ങി വണ്ടി എൻ്റെ ബസ് സ്റ്റോപ്പിൽ നിന്ന് 12:55 ആകുമ്പോൾ വണ്ടി അവിടെ നിന്നു. ഞാൻ പറഞ്ഞു, പിള്ളേരെ നമുക്ക് പോകാം, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 കിലോമീറ്റർ നടക്കാം. ഞാൻ ഇവനെ പിടിച്ച് തോളിലേക്ക് ഇട്ടു. കുറച്ചങ്ങോട്ട് യാത്ര മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഓട്ടോറിക്ഷ എടുത്ത് ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുക. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലേക്കാണ്, സ്ഥലം പൗറോസാണ്, ആ പൗറോസ് വരെ ചെല്ലാണ്ടുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു കയറിക്കോന്ന് പറഞ്ഞു. ഞാൻ കയറി. ഞങ്ങൾ കൃത്യ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി. ആ പുള്ളി എന്നോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നതാണ്? ഞാൻ പറഞ്ഞു, കൃപാസനം വരെ പോയതാണ്. അവിടെ പത്രമൊന്നുമില്ലേ? ഞാൻ പത്രം എടുത്തില്ല, കാര്യം 45-ാമത്തെ ദിവസം ഞാൻ അച്ഛനെ കാണാൻ ഇവിടെ നിന്ന് അച്ഛനല്ല 40 ദിവസം, അത് കഴിഞ്ഞ് 40 ദിവസം ഞാൻ വന്നായിരുന്നു. അപ്പോൾ പത്രമില്ല, ഇനി ഞാൻ പുതുക്കുമ്പോഴായിട്ടാണ് വരുന്നതിന്. ഞാൻ വണ്ടിയുടെ ഇറങ്ങിയ ഫ്രണ്ട് പേര് ചോദിക്കുമ്പം ആവേ മരിയാണ്. ആവേ മരിയാണ് ഈ ഓട്ടോറിക്ഷയുടെ പേര്. എന്നാൽ ഓട്ടോറിക്ഷ ഞാൻ കണ്ടിട്ടില്ല. എന്നെ കൃത്യം അവിടെ കൊണ്ടുവന്ന് ആ സ്റ്റോപ്പിൽ ഇറക്കി വിടുവും. അവർ തിരിച്ച് അതുപോലെ പോയി. ഞാൻ അമ്മയുടെ അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് ഓരോ രോഗങ്ങളും അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കാര്യങ്ങളുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ാമത്തെ ഉടമ്പടിയിലെയും പണികൾ ഈ നിമിഷം വരെ എനിക്ക് പണികൾ ഇതുവരെ കൊണ്ടിട്ടില്ല. ഇന്ന് ഞാൻ വന്നപ്പോൾ 5 പണിക്കാർ ഞാൻ 5 പണിക്കാർക്ക് കൂലി കൊടുക്കാനായിട്ട് ഒരു മുതലാളിയല്ല, ഒരു ഇതിനായിട്ട് എന്നെ മാറ്റിയെടുത്തു. അമ്മയുടെ കൂടെ
ഞാനിപ്പോഴും ഞാൻ ഈ ഉടമ്പടി പുതുക്കി ഞാനിപ്പോൾ ഒന്ന് സാക്ഷികളും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കുന്ന കാലം വരെ ഞാൻ മരിച്ചു പോയാലും എൻ്റെ കഴുത്തിൽ എൻ്റെ കാശുരൂപം കാണാൻ എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഒരു സ്ഥലത്തിലും എനിക്ക് കിട്ടാത്ത ഈ കൃപാസനം വരുമ്പോൾ അത് സമാധാനം, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം. ഇപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ആരോടും ആരെങ്കിലും ഞങ്ങൾ ചെയ്യാൻ, ഇപ്പോൾ പാവപ്പെട്ടവൻ ആരെങ്കിലും എന്നോടൊന്ന് എന്തെങ്കിലും ചോദിച്ചു, ഞാൻ അന്നേരം ചെയ്യും, ഞാൻ അന്നേരം നോക്കുകയില്ല. കാര്യം എനിക്ക് ഒരു അവസ്ഥ ഉണ്ടായി. ഇന്ന് എനിക്ക് പണിയെടുത്ത് ഇന്ന് ആരോഗ്യമുണ്ട്, എൻ്റെ അമ്മ തന്ന ആരോഗ്യം, എൻ്റെ അമ്മ തന്നേക്കുന്ന എൻ്റെ ബാങ്ക് ബാലൻസിന് ഞാനിപ്പോൾ ഒരു 10,000 രൂപ ഞാൻ ഉണ്ടാക്കി, അത് അമ്മ എനിക്ക് തരുന്നതാണ്. ഇല്ലാത്തവരോട് ഞാൻ ചോദിച്ചു അന്നേരം ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആ പൈസയല്ല നോക്കൽ, നിങ്ങൾ തരവൊന്നും വേണ്ട, നിങ്ങൾക്ക് ഞാൻ തരുന്നെന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് അടുത്തുള്ള കുടുംബക്കാർ ഞങ്ങൾ കളിയാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഹിന്ദു അല്ലായിരുന്നോ, ഹിന്ദുവായിട്ട് ഇവർ കുറേ നേരം അമ്പലത്തിൽ നടന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ പള്ളിയിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു പത്രം ചേച്ചിക്ക് ഞാൻ കൊടുത്തു, ചേച്ചി ഇന്ന ഒരു പത്രം അച്ഛൻ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, പത്രം കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞു. ഞാനിന്നൊരു പത്രം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ പെണ്ണുപിള്ളി പെട്ടെന്ന് ഈ പത്രം മേടിച്ചെടുത്തിട്ട് പുള്ളി എന്നെ കളിയാക്കി എന്നോട് പോയി, ഇതിൽ നിങ്ങൾ പുതിയതായിട്ട് ഇതിലേക്ക് ചേർന്നോ? ഞാൻ പറഞ്ഞു ചേർന്നതല്ല, ഞങ്ങൾ ഒരു ചേച്ചി അവർക്കറിയാം ഞങ്ങളെക്കുറിച്ച്. അപ്പോൾ അവർ പറഞ്ഞു അവർ കാര്യം ഞാൻ പത്രം മേടിച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, പത്രം മേടിച്ച് ഈ കടയിലേക്ക് ഒറ്റ ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്ത് വന്നിട്ട് എനിക്ക് സങ്കടം തോന്നി. തിരിച്ച് എൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ചേച്ചി കീറിക്കളയരുത്, ചേച്ചിന് ആവശ്യമില്ലെങ്കിൽ എൻ്റെ കയ്യിൽ തിരിച്ച് തരുവാൻ ഞാൻ കൊണ്ടുപോയിക്കോളാം, ഞാൻ ഇല്ലാത്തവർക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പെണ്ണുമ്പോൾ അന്നേരം ഇവർ എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാം ഇവർ കടയിലേക്ക് എന്തെങ്കിലും സാധനം പൊതിഞ്ഞ് വിടാനായിട്ട് വിടുമോ, എനിക്കൊരു പേടി. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി ഞാൻ അമ്മയോട് ഞാൻ കാശുരൂപം വിളിച്ച് പറഞ്ഞു, അമ്മ ഇവരെന്നെ കളിയാക്കി. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ എടുക്കും, ഞാൻ നോക്കും, എന്തോ എനിക്ക് വിഷമം വന്നാലും ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കും. അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്ക് ആ ഭാരങ്ങൾ കുറയും. എനിക്ക് എന്തെങ്കിലും ഒരു മൈറ്റിലേക്ക് ചാടുവാണെങ്കിൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് ഞാൻ പോകും. അപ്പോൾ അച്ഛനും പറഞ്ഞിട്ടുണ്ട്, നീ ആർക്കെങ്കിലും 10 പേർക്ക് കൊടുക്കുവാണെങ്കിൽ ഒരാൾ നിന്നെ തള്ളി പറയും, അത് നീ കാര്യമാക്കണ്ട, നീ പോരേന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിച്ചെന്നപ്പോൾ എന്നെ കളിയാക്കി ഈ സ്ത്രീ എന്നെ വിട്ടു കഴിഞ്ഞപ്പോൾ അവരുടെ കെട്ടിയവൻ്റെ കാലയിൽ വെരിക്കോസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാളായി. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതങ്ങൾ ഇങ്ങനെ ഓരോ വീട്ടുകാർ വന്ന് നമ്മുടെ വീട്ടിലിങ്ങനെ മുല്ലപ്പൂവിൻ്റെ സ്വന്തം മനം വന്നുകൊണ്ട് ഒരുപാട് അവിടുത്തെ എല്ലാം ആർക്കൊക്കെ അറിയാതെ. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലേക്ക് വന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ ഇന്നത്തെ പത്രം ഞാൻ കൊടുക്കാൻ പോയപ്പോൾ ഈ അവസ്ഥ എനിക്കുണ്ടായ. അപ്പോൾ ഞാൻ അതിനകത്ത് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു 3 ദിവസം കഴിഞ്ഞ് ഇവരുടെ കുടുംബത്തിൽ ഈ കെട്ടിയവനായിട്ട് ആശുപത്രി പോവുക. എന്താണ് ഞാൻ ഇവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ കട കടയ്ക്കകത്ത് നിങ്ങൾ ഇന്ന് അടയ്ക്കാത്ത കടയാണ്, ഇന്ന് നിങ്ങൾ എല്ലാ ദിവസവും തുറന്നു വെച്ചുകൊണ്ടിരിക്കുക, എന്നെ നിങ്ങൾ കട അടച്ചേക്കുന്നത്, കെട്ടിയവന് സുഖമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയിട്ടില്ല എപ്പോൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് നിങ്ങൾ കിടക്കുന്നത് പറഞ്ഞാൽ അന്നേരം അവർ പറയുക എൻ്റെ അവൻ്റെ കാലിൻ്റെ മൊത്തം നീര് വെച്ച് വണ്ണം കൂടി, അവർ 2 ദിവസം കഴിയുക. കൃപാസന മാതാവിൻ്റെ എണ്ണ ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കാലിലേക്ക് കുറച്ച് തരാവുന്നു. ഞാൻ പറഞ്ഞു ഈ പത്രം നിങ്ങൾ എത്ര വിഷമിച്ച് എന്നോട് നിങ്ങൾ ഇറക്കിയെടുക്കുക. ഞാൻ ആ എണ്ണ എടുത്ത് അവരുടെ കാലിലേക്ക് തൂത്ത് കഴിഞ്ഞപ്പം ആ അസുഖങ്ങളത് പൂർത്തിയായി അവർക്ക് മാറവും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തൊട്ടടുത്ത് ഭാര്യയും ഭർത്താവിൻ്റെ കുടുംബത്തിൽ ഒരുപാട് വഴക്കം തന്നെ അവർ രണ്ട് പിരിഞ്ഞു പോകും, എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പം ഞാൻ അവരുടെ വീട്ടിൽ ഇറങ്ങി ചെയ്തു. ഞാൻ പറഞ്ഞു അവർ ഹിന്ദുവായിരുന്നു. ഞാൻ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്തു, കൃപാസനം പള്ളിയിൽ വരെ നിങ്ങൾ പൊക്കോ. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഭാര്യയും ഭർത്താക്ക് ഡൈവേഴ്സ് വരെ മേടിച്ചു, അവർ പിരിഞ്ഞു പോയി. അത് ഞാൻ പറഞ്ഞു നിങ്ങൾ കൃപാസനം ഉടമ്പടി എടുക്കുക. ഈ പള്ളി വന്നവർ ഉടമ്പടി എടുത്ത് അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവർ ഭാര്യയും ഭർത്താവ് കോടതിയിലേക്ക് കേസ് നടത്തിട്ട് ഞാൻ ഈ വണ്ടിയായിട്ട് താഴെ ചെന്ന് കഴിഞ്ഞപ്പം ഇവർ എന്നോട് പറയുക 45 ദിവസം അയ്യപ്പൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയി ഉടമ്പടി എടുത്ത്, അത് 45 ദിവസം കഴിഞ്ഞിട്ട് ഒരു റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ മുമ്പോട്ടിരിക്കുക, അമ്മ നിങ്ങൾക്ക് ചെയ്യും. 90 ദിവസമല്ലേ നിങ്ങൾ അവധി വെച്ചേക്കുന്നത്, നിങ്ങൾ ഇരിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ മനുഷ്യൻ അത് ഒരു സമയം വേണ്ടേ, നിങ്ങൾക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും വിട്ടതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 88ാമത്തെ ദിവസം പോയി കഴിഞ്ഞപ്പോഴും ഇവർ വേറെയാണ്, അവർ ഡൈവേഴ്സ് കൊടുത്ത് പിരിഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. 89 ദിവസം ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റ്. അപ്പോൾ എൻ്റെ സമയം കൊണ്ട് അവർക്ക് ഞാൻ ചോദിച്ചു, ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ 90ാമത്തെ ദിവസം ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് വേറെ വീട്ടിലേക്ക് പോകാനായിട്ട് സാധനങ്ങളെല്ലാം അവർ വിളിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഉടമ്പടി എടുത്തതല്ലേ, 90ാമത്തെ ദിവസത്തിലെ കുഞ്ഞിനായിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഉടമ്പടി എടുത്ത് 90ാമത്തെ ദിവസം. അപ്പോൾ അങ്ങനെ ഒരുപാട് എനിക്ക് അനുഗ്രഹം തന്നു എൻ്റെ അമ്മ. ഞാൻ ഈ താഴെ പറഞ്ഞു, ഞാൻ ഇനി എൻ്റെ ജീവനുള്ള കാലം വരെ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാൻ മരിക്കുന്നവരെ എൻ്റെ അമ്മയോട് ഞാൻ നിന്ന് ഈ ഉടമ്പടി എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. ഇത് ഉടമ്പടിയല്ല, എനിക്ക് അമ്മ തന്ന എൻ്റെ ജീവനാണ്. ഞാൻ മരിച്ചു പോയെന്നോർത്ത് എൻ്റെ കുടുംബക്കാർ പോലും തള്ളി, നാട്ടുകാർ തള്ളിക്കഴിഞ്ഞ് ഞാൻ ഇതുപോലൊരു അവസ്ഥയിൽ ഇവിടെ നിന്ന് ഇപ്പം ഞാൻ എൻ്റെ പിള്ളേരായിട്ട് ഒരു സമാധാനമായിട്ട് ജീവിക്കുന്നു. എനിക്ക് പണികളുണ്ട്, എനിക്ക് വേറെ ആൾക്കാരെ സഹായിക്കാൻ കൊണ്ട് അമ്മ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഞാൻ ഒന്നും ഇല്ലാതായിരുന്നു, 1 രൂപ പോലും എൻ്റെ ബാലൻസ് അക്കൗണ്ടിൽ ഇല്ലായിരുന്നു. എനിക്ക്
ഇന്ന് വേറെ ആൾക്കാരെ സഹായിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചു. അമ്മ അത് സാധിക്കുന്നുണ്ട്. എനിക്ക് പൂർണ്ണ ആരോഗ്യം എനിക്ക് തരുന്നുണ്ട്. കുടുംബത്തിലെ പ്രാർത്ഥന എല്ലാ ദിവസവും ഞങ്ങൾ ജപമാല ചൊല്ലാതെ കിടക്കുകയില്ല. എത്ര സന്ധ്യ ആയാലും 12 മണിക്ക് വീട്ടിൽ വന്നാൽ ജപമാല ചൊല്ലിയിട്ട് കിടക്കണം. അത് എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനില്ലെങ്കിൽ പോലും ഈ അമ്മേനെ ഒരിക്കലും മറക്കരുത്. കാര്യം നിങ്ങളുടെ അച്ഛനെ മറുപടിയും ജീവൻ തന്നത് ഈ അമ്മയാണ്. അമ്മയും ഈശോയ്ക്ക് ഒരുപാട് നന്ദി. കർത്താവ്, ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിക്ക് പോകുന്നുണ്ട്. എല്ലാ ആഴ്ച 4 മണിക്ക് കുർബാന ഉണ്ടെങ്കിൽ ഞാൻ കൂടിയിരിക്കും. അഥവാ എനിക്ക് ഞായറാഴ്ച കൂടാൻ പറ്റിയില്ലെങ്കിൽ രാത്രി ഞാൻ ആ പള്ളി ചെന്നിരിക്കും. പള്ളി ചെന്ന് എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് മുട്ടുകുത്തി അവിടെ നിൽക്കും. ഇതാ കർത്താവ്, എന്നെ കൊണ്ട് എനിക്ക് ജീവൻ തന്ന എൻ്റെ ഈശോ അല്ലേ. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഞാൻ മരിക്കാൻ വരെ ഞാൻ നേരെ. കാര്യം എൻ്റെ ജീവൻ തന്നത് എൻ്റെ ഈശോയാണ്. എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ആഴ്ച ഞാൻ ആരെങ്കിലും എത്ര പേര് സഹായിച്ചു എന്ന് ഞാൻ കർത്താവിനോട് ഞാൻ ചെന്ന് പറയും. ഞാൻ അമ്മയുടെ അടുത്ത് എല്ലാ ദിവസവും ഞാൻ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനമാണ്. മനുഷ്യരുടെ പരിമിതികൾക്കപ്പുറം ഒരു വലിയ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തി. കൃപാസന മരിയൻ ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത് സാധ്യമല്ല, ഇത് നടക്കില്ല, ഇനി എനിക്കൊരു വഴിയില്ല, ഒരു മാർഗമില്ല, ഇനി എനിക്കൊരു ജീവിതമില്ല എന്ന് കരുതുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ, ഉടമ്പടിയിലെ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും ശക്തമായ കരങ്ങളാണ്, അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുത്ത് 3-ാം ദിവസം തന്നെ, ആദ്യത്തെ ദിവസം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്നറിയില്ല, ഉടമ്പടി എടുത്തു പോയി. അക്രൈസ്തവ മക്കളാണ്. വീട്ടിൽ ചെന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: അമ്മയെ പ്രാർത്ഥന ചൊല്ലാൻ അറിയില്ല. മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: പക്ഷെങ്കിൽ അമ്മ കൂടെ ഉണ്ടാവണമെന്നാണ്. 3-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ആരോ കടന്നു പോകുന്ന പോലെ തോന്നി. അന്ന് തന്നെ അമ്മയുടെ സാന്നിധ്യമാണ് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഈ മക്കളുടെ ജീവിതത്തിൽ പിന്നീടാണ് ഒരു വലിയ ഉയർച്ചയുടെ ദിവസങ്ങളാണ്. പെട്ടെന്ന് തന്നെ കിട്ടാതിരുന്ന ജോലികൾ ഓരോന്നോരോന്നായിട്ട് കിട്ടുവാൻ തുടങ്ങി. ഗൾഫിൽ നിന്നൊരു ഫോൺ വരുന്ന അപ്രത്യക്ഷമായിട്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ഫോൺ കോൾ. അതായിരുന്നു തുടക്കം. പിന്നീട് ഓരോ കാര്യങ്ങളിലായിട്ട് 5 ദിവസം കൊണ്ട് 50,000 രൂപ അക്കൗണ്ടിലേക്ക്. ഓരോ ദിവസം കൂടുന്തോറും, ഓരോ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കും തോറും 45 ദിവസത്തിനുള്ളിൽ ഒരു നല്ലൊരു സൂപ്പർവൈസറായി. പിന്നീട് 8 ലക്ഷം രൂപയുടെ ഒരു ജോലി കിട്ടി, ഒരു പ്രോജക്റ്റ് എടുക്കാൻ സാധിച്ചു. പക്ഷെങ്കിൽ ഇവിടെ ഓരോ ദിവസവും കൂടുന്തോറും വേദനകൾ മാറിയില്ല. നെഞ്ചിന് വേദനയുണ്ടായിരുന്നു. ആ വേദനകളിൽ കൂടിയാണ് ഈ മകൻ ഉടമ്പടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തയോടെ, തീഷ്ണതയോടെ പ്രാർത്ഥിച്ചത്. പിന്നീട് ഉണ്ടായിരുന്നത് 2-ാമത്തെ പുതുക്കലാണ്. പക്ഷെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിയോഗം കാണുന്നത്, അച്ഛനെ കാണുവാനുള്ള ഒരു നിയോഗം. അത് സമർപ്പിച്ചിട്ട് ഈ മകൻ പോവുകയാണ്. കാരണം ആദ്യം അച്ഛനെ കാണാൻ വന്നപ്പോൾ 2 പ്രാവശ്യം പുതുക്കിയവർക്ക് മാത്രമേ അച്ഛനെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കേട്ടപ്പോഴും മകൻ തിരിച്ചു പോവുകയാണ്. പക്ഷെങ്കിൽ നിയോഗമായി സമർപ്പിച്ചു. 45-ാം ദിവസം വീണ്ടും വന്നു. പിന്നീട് ചങ്കിൽ വേദനയുണ്ട്, ആ വേദന മാറിയിട്ടില്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ സാധിക്കുകയും അച്ഛനൊന്ന് തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ആ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുകയുമാണ് ചെയ്തത്. ഈശോയും അമ്മയുടെയും ഒരു വലിയ കാരുണ്യവും വലിയ അനുഗ്രഹവുമാണ്. പിന്നീട് അമ്മയുടെ സംരക്ഷണമാണ്. ഇവിടുന്ന് രാത്രിയിൽ തിരിച്ചു പോയപ്പോൾ ആ രാത്രിയിൽ അമ്മയായിട്ടാണ് ആവേ മരിയ എന്ന ഒരു ഓട്ടോയിൽ, അമ്മ തന്നെയാണ്, സഞ്ചാരി മാതാവാണ്. ആ രാത്രി 12 മണിക്ക് 1 മണിക്ക് ഇവർക്ക് ഒരു ഓട്ടോ കിട്ടണമെങ്കിൽ സഞ്ചാരി മാതാവല്ലാതെ, കൃപാസന മാതാവല്ലാതെ ആരാണ് 1 മണിക്ക് യാത്ര ചെയ്യുക? പിന്നീടോ അതിന് മുൻപോ അവർ ആ ഓട്ടോ കണ്ടിട്ടില്ല. അവരെപ്പോഴും യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. അന്ന് രാത്രിയിൽ ഇവരിവിടുന്ന് തിരിച്ചു പോയപ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് ഇവരെ വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവന്നത്. മക്കളെയുമായിട്ട് വളരെ ബുദ്ധിമുട്ടി ടെൻഷനിലായിരുന്നു. എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് പ്രാർത്ഥന ചൊല്ലി, കൊന്ത ചൊല്ലി ഈ സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്നാണ് ആ ഓട്ടോ വന്നത്. ഓട്ടോയുടെ പേര് ആവേ മരിയയാണ്. ഈശോയുടെയും അമ്മയും കൂടെയുള്ളപ്പോൾ നമുക്കൊന്നും അസാധ്യമല്ല. അസാധ്യമായെങ്കിൽ തന്നെയും സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് പരിശുദ്ധമ്മ, കൃപാസന അമ്മ ഉടമ്പടിയിലൂടെ നമ്മെ നയിക്കുന്നത്. ജീവിതത്തിൽ അസാധ്യമാണെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം.
നമ്മുടെ ബലഹീനതകളും നിരാശകളും ബുദ്ധിമുട്ടുകളും എല്ലാം പരിശുദ്ധ അമ്മയുടെ അമ്മ പറയുന്നത് പോലെ വചനങ്ങളനുസരിച്ച് ജീവിക്കുകയും പരിശുദ്ധ അമ്മ തന്നെയാണ് ആ വചനങ്ങളനുസരിച്ച് ജീവിച്ച് നമ്മെ പഠിപ്പിച്ചത്. അങ്ങയുടെ വചനം എന്നെ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ അമ്മയെപ്പോലെ ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വിശ്വാസത്തോടെ, തീഷ്ണതയോടെ, വിശ്വസ്തയോടെ, കൂടുതൽ വിശുദ്ധിയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തന്നെയുമല്ല, ഈ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതുപോലെ ഉടമ്പടി പത്രിക, കൃപാസനം പത്രം എല്ലാവർക്കും കൊടുത്തു. പക്ഷെങ്കിൽ ചിലർ സ്വീകരിക്കില്ല. അതും കുഴപ്പമില്ല. ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ ശ്രമം, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറച്ചു വയ്ക്കാതെ മറ്റുള്ളവർ പങ്കുവെക്കാനുള്ള ആ ആഗ്രഹം, അതാണ് ദൈവസ്നേഹം. നമുക്ക് കിട്ടിയതെല്ലാം എനിക്കെല്ലാം കിട്ടി, ഇനി മറ്റാർക്കും കിട്ടണ്ട എന്നല്ല, മറ്റുള്ളവർക്കും കിട്ടണം. ഞാൻ അറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവരും അറിയണം. ആ ദൈവത്തെ എനിക്ക് മഹത്വപ്പെടുത്തണം. കാരണം എനിക്ക് ദൈവത്തിനൊന്നും കൊടുക്കുവാനില്ല. ദൈവത്തിന് കൊടുക്കാനുള്ളത് മഹത്വപ്പെടുത്തൽ മാത്രമാണ്. എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും ആരെന്തൊക്കെ പറഞ്ഞാലും ആ പത്രം, കൃപാസനം പത്രം മുന്നോട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ ശ്രമം ഈ സഹോദരൻ അയ്യപ്പൻ വിട്ടുകളഞ്ഞില്ല. അത് മുന്നോട്ട് തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തു. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ ജീവിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ തുറക്കുവാനും അസാധ്യങ്ങൾ സാധ്യമാക്കുവാനും ഉടമ്പടിയിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അയ്യപ്പനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.